ഹായ്, നമസ്കാരമുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രോ ബാഗിലുള്ള ഒരു പ്ലാന്റ് എങ്ങനെയാണ് മണ്ണിലേക്ക് നടുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ തൈകളും ഗ്രോ ബാഗിലുള്ളത് നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് നടേണ്ടത്. പിന്നെ നമ്മൾ പലതും ഓരോന്നും വേറെ വേറെ കാണിക്കും, അത് വേറെ. അപ്പോൾ നമ്മളിന്ന് ഇത് കെൽഡാനാണ് ഈ തൈ കാണേണ്ടത്. അതായത് ആഞ്ഞിലിയുടെ ഒരു വെറൈറ്റിയാണ്. ഇത് റെഡ് ചുളയായിട്ടാണ് വരിക. അപ്പോൾ ഇതിവിടെ കായ്ക്കുന്ന റിസൾട്ട് ഉള്ള 2 വർഷം കൊണ്ട് ഇതിവിടെ റിസൾട്ട് കണ്ട ഒരു പ്ലാവാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ കുഴിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 അടി വട്ടത്തിലുള്ള കുഴിയാണ് ഈ കുഴി. എന്ന് കാട്ടിയ 2 അടി വലിപ്പത്തിലുള്ളതാണ്. വീതിയും ആഴമൊക്കെ 2 അടിയായിട്ടാണ് എടുത്തത്. അപ്പം ഇത് അടിയിൽ നമ്മൾ ചെങ്കൽ പാറയൊക്കെ ആണെങ്കിൽ നമുക്ക് JCB കൊണ്ടൊന്ന് പിടിച്ചിരുന്നത് നല്ലതാണ്. അല്ലാത്ത മണ്ണിലാകുമ്പോൾ നമുക്ക് 2 അടി തന്നെ മതി ഇതുപോലത്തെ തൈകളൊക്കെ വെക്കാൻ. പിന്നെ കുറേ ആഴത്തിലേക്ക് നമ്മൾ കുഴിച്ച് വളമൊക്കെ ഇട്ട്, അതുകൊണ്ട് അത്ര ഒന്നും ഒരു കാര്യമൊന്നുമില്ല. ഇതിൽ ഈ ഒരു ആഴത്തിലേക്ക് നമുക്ക് വെക്കണം. അപ്പോൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്രോ ബാഗ് ആദ്യം ഇങ്ങനെ നമുക്ക് കീറിയെടുക്കാം. ഈ ഒരു രീതിയിൽ ആണ് നമുക്കിത് കവറ് റിമൂവ് ചെയ്യേണ്ടത്. പുതുതായിട്ടുള്ള കവർ കീസാക്കിയതാണെങ്കിൽ മണ്ണൊക്കെ പൊടിയുന്നത് ശ്രദ്ധിക്കണം. പക്ഷെ ഇത് കുറച്ച് ആയതാണ്, വേരൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ കുഴി ഞാനൊന്ന് ഇങ്ങനെ വൃത്തിയാക്കിയിട്ടാണ് കുഴിയിലേക്ക് കാണിച്ചത്. അപ്പോൾ ഇതൊന്ന് വെറുതെ ഒന്ന് കളച്ച് ഇതാണ്. കുഴി കാണിച്ചോ? അപ്പോൾ ഞാൻ അത് ഓൾറെഡി ഒന്ന് കളച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യം ഓൾറെഡി ഒരു പ്ലാവ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വിത്ത് മുളപ്പിച്ചിട്ട് പിരിച്ച് വെച്ചാണ്. അപ്പം ഇവിടെ വേറെ 2 പ്ലാവ് തൈ ഉള്ളതുകൊണ്ട് അത് നാടൻ പ്ലാവ് തന്നെയാണ്, ബെഡൊന്നുമല്ല. അപ്പോൾ ഈ ഒരു പ്ലാവ് ഞാൻ കളഞ്ഞിട്ട് അവിടെ നമ്മളെ കെൽഡാൻ നടാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഈ കളച്ചിട്ടേക്ക്. ഇത് പച്ചക്കക്കയാണ്. ഇത് കുമ്മായല്ല. കുമ്മായം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതൊരു പച്ചക്കക്കയുടെ ഒരു ചിപ്സ് പോലത്തെ സംഭവമാണ്. ഇനി കുറച്ച് എല്ലുപൊടി നമ്മൾ മണ്ണിൽ വേറെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അടിഭാഗത്ത് ഇങ്ങനെ കിളച്ചിട്ടിട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ. ഇത് വേപ്പ് മണ്ണാക്കാണ്. നമ്മൾ പിന്നെ നമ്മളിതിൽ നമ്മൾ കൊയ്യുന്ന എടുത്തിട്ട മണ്ണാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വളവും, ഇത് കമ്പോസ്റ്റ് വളമാണ്. കമ്പോസ്റ്റ് വളമല്ല, കോഴിവളമാണ്. കോഴിവളത്തിൽ നമ്മൾ എല്ലാ വേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നനച്ച് കവറിട്ട് മൂടി വെക്കുന്ന ഏതാണ്ട് കഴിഞ്ഞ വർഷം ചെയ്തു വെച്ച വളമാണ്. ഇപ്പോൾ ഏതാണ്ട് കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലുപൊടി, വേപ്പിമണ്ണാക്കൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കും. വേപ്പിമണ്ണാക്ക് ഇടുമ്പോൾ വേപ്പിമണ്ണാക്ക് നല്ല വൃത്തിയുള്ളതായിരിക്കണം. പൂപ്പൊന്നും പിടിക്കാത്ത നല്ല വേപ്പിമണ്ണാക്കാവണം. വേപ്പിമണ്ണാക്ക് നമ്മൾ കവറ് പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പൂപ്പൽ വരും. എല്ലുപൊടിയാണ്.
കുറച്ച് പച്ചക്കക്ക ഇത് ഉള്ളവർ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നമ്മളെ മണ്ണിലെ pH ഒക്കെ നിലനിർത്താനാണ്, അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇട്ടാലും മതി. കുമ്മായം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ആഴ്ച മുന്നേ ചെയ്യേണ്ട കാര്യമാണ്. ഒരുപാട് താഴ്ചയിൽ നമ്മൾ വെക്കാൻ പറ്റൂല, കുറച്ച് പൊന്തിച്ച് വെക്കണം, അല്ലെങ്കിൽ തൈ കുറെ മൂടി പോവും. പിന്നെ പലർക്കുള്ള സംശയമാണ് ഇതിൻ്റെ ഈ ബെഡ് ഭാഗം. ഇവിടെയാണ് ഇതിൻ്റെ ബെഡ് വരുന്നത്. ഇത് സാധാ ഒരു റൂട്ട് സ്റ്റോക്കിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബഡ് മുളച്ചിട്ട് ഇതിൽ നിന്നാണ് നമുക്ക് കായ്ഫലം ഉണ്ടാകുന്നത്. ഇവിടുന്ന് നമുക്ക് പുതിയ തളിര് വന്നു കഴിഞ്ഞാൽ, ഇത് ഈ സ്റ്റെമ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് ഒരു നാടൻ ഇനത്തിലാണ് ഇത് ചെയ്യുക. അപ്പോൾ ഇത് കരുത്തിൽ വളരും ചെയ്യും, ഇതിൻ്റെ വളർച്ച നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കമ്പ് വരാതെ സൂക്ഷിക്കണം. മണ്ണ് ഇവിടെ വന്നു വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സംശയമുണ്ട്. ഇവിടെ മണ്ണ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം പ്രശ്നമൊന്നുമില്ല. നമുക്ക് അവിടുന്ന് സ്റ്റെമ്പ് വരാതെ നോക്കണം, പുതിയ തളിര് വരാതെ. അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. എന്നിട്ട് നമ്മൾ തൈ നേരെ നിൽക്കുന്ന രീതിയിൽ വെക്കുക. കൂടെ മണ്ണിൽ ചിലപ്പം കൂടെ പല ചെരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും, അത് നമ്മൾ നോക്കണ്ട. തൈ നേരെ നിർത്തുക, അത് പിന്നീട് നേരെ വന്നുകൊള്ളും. അപ്പം ഇനി നമ്മൾ സൈഡിലേക്കൊക്കെ ഈ മണ്ണ് ഇറക്കി കൊടുക്കുക. ഫസ്റ്റിൽ നമ്മൾ അധികം വളം ചെയ്യണ്ട, പിന്നീട് നമുക്ക് 2 മാസം കൂടുമ്പോഴൊക്കെ, ചെറിയ തൈ ആകുമ്പോൾ 2 മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് വളം ചെയ്യാം. മഴക്കാലം അല്ലെങ്കിൽ വേനലാകുമ്പോൾ നമ്മൾ ജലസേചനം വേണം. അപ്പോൾ നമ്മൾ വലിയ കുഴിയായതുകൊണ്ടേ വെള്ളം കുറച്ചുകൂടി ഇട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോകും. സൈഡ് കൂടെ നമ്മൾ ഇട്ടിട്ടാൽ മതി. ഇപ്പോൾ വേര് ഇറങ്ങുമ്പോഴൊക്കെ മണ്ണുമായിട്ട് ലയിച്ച്
അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് നനച്ച് കൊടുക്കുക, അത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.